ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും വ്യത്യസ്തമായിട്ടുള്ളൊരു കോംബോ റെസിപ്പീസും കൊണ്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. നോമ്പ് തുറന്ന ശേഷം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മടക്കി ചപ്പാത്തിയുടെ റെസിപ്പിയും പിന്നെ അതിൻ്റെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷൻ വരുന്ന ഒരു പൊട്ടറ്റോ സ്റ്റൂ പിന്നെ ചെമ്മീൻ ഫ്രൈ, ഇത് മൂന്നും കൂടിയുള്ള റെസിപ്പീസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതിയിരിക്കാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കന്നിട്ടൊരു സബ്സ്ക്രൈബ് ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായിട്ടൊന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് മടക്കി ചപ്പാത്തി ഇങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. ഇങ്ങനെ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് മടക്കി ചപ്പാത്തി റെഡിയാക്കി എടുക്കാം. നല്ലൊരു ട്രിക്കും കൂടി ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അതായത് ഞാൻ 2 കപ്പ് ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് 1 കപ്പ് മൈദപ്പൊടി എടുക്കുന്നുണ്ട്. ആട്ടപ്പൊടി മാത്രം വെച്ചിട്ട് നമ്മൾ മടക്കി ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ശരിക്കും നമ്മൾ ചപ്പാത്തി കഴിക്കുന്ന പോലെ തോന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 1 കപ്പ് മൈദപ്പൊടിയും കൂടി ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ ഒരു റേഷ്യോ തന്നെ എടുക്കാൻ നോക്കാം കേട്ടോ. അതിലോട്ട് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ സാധാ വെള്ളമോട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്, ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെള്ളം നമ്മൾ കുറച്ച് മാത്രം ഒഴിക്കരുത്. ഇത് ഒരു മാവ് പരുവത്തിലാക്കി എടുക്കാനുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഒരു മാവ് പരുവാക്കിയെടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് വല്ലാണ്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പരുവാക്കണ്ട, എന്നാലും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ 2 കപ്പ് ആട്ടപ്പൊടിയിലേക്ക് 1 കപ്പ് മൈദ, ആ ഒരു റേഷ്യോ തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവത്തിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ കൈ ഒന്ന് കഴുകിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. പിന്നെ ഈ ഒരു രീതിയിൽ നമ്മൾ മടക്കി ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ ഭയങ്കര സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരുപാട് മടക്കി ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ട്രിക്കും കൂടി ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ മാവ് എടുത്തിട്ട് സിലിക്കോൺ മാറ്റിൻ്റെ മുകളിലിട്ടിട്ടാണ് കുഴച്ചെടുക്കുന്നത്. പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു മാറ്റ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ ഇതുപോലെ മാവ് കുഴച്ചെടുക്കാനൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു പർപ്പസിലൊക്കെ നമുക്ക് എടുക്കാം. അതായത് നമ്മളെ സ്റ്റൗവിൻ്റെ അടുത്ത് തന്നെ നമുക്കിത് കുഴച്ചെടുക്കുന്ന ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അതുപോലെ ഈ ഒരു മാറ്റ് ആ ഒരു കൗണ്ടർ ടോപ്പിൽ വിരിച്ചു കൊടുത്താൽ മതി. ടേബിളിൻ്റെ മേലൊക്കെ നമുക്ക് മാറ്റ് വിരിച്ചിട്ട് അതുപോലെ സിമ്പിളായിട്ട് നമുക്ക് കുഴച്ചെടുക്കാനൊക്കെ പറ്റും. അതുപോലെ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല. ഈ ഒരു പർപ്പസാണ് മെയിനായിട്ട് കേട്ടോ. അപ്പോൾ ഞാനത് മീഷോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല ഒരു സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂണൊക്കെ മതി. ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു അരമണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിന് ശേഷമാണ് ഞാനിത് പരത്തിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്ന സമയം കൊണ്ട് ബാക്കി എല്ലാതും റെഡിയാക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒരു റെസിപ്പി കഴിഞ്ഞിട്ടാണ് ബാക്കി എല്ലാതും കൂടി കാണിക്കുന്നത് കേട്ടോ. കാരണം കൺഫ്യൂഷൻ ആകണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആദ്യം ഞാൻ മടക്കി ചപ്പാത്തി ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. മടക്കി ചപ്പാത്തിയുടെ മാവൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി വലിയൊരു ബോൾ ഒന്ന് പരത്തിയെടുക്കുക കേട്ടോ. സാധാരണ നിങ്ങൾ മടക്കി ചപ്പാത്തി ഞാനൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ബോൾസ് ആക്കിയിട്ട് പരത്തിയെടുക്കും. ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കും. എന്നിട്ട് പിന്നെ അത് ഫോൾഡ് ചെയ്തിട്ട് സ്ക്വയർ ഷേപ്പിലായിരിക്കും നമ്മൾ പിന്നെ അത് തിന്നാക്കിയിട്ട് പരത്തിയെടുക്കുന്നത്. അപ്പോൾ അതിന് പകരം നമ്മൾ വലിയൊരു ചപ്പാത്തി പരത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ മടക്കി ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ ഭയങ്കര സിമ്പിളായിട്ട് ഭയങ്കര ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ. അപ്പോൾ വലിയൊരു ചപ്പാത്തി ഇതുപോലെ പരത്തിയെടുക്കുക. ഭയങ്കര തിന്നായിട്ട് പരത്തിയെടുക്കുന്നൊന്നും ആവശ്യമില്ല, എന്നാൽ ഭയങ്കര തിക്കായിട്ട് ആക്കാനും പാടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ അകത്ത് നെയ്യ്, മിൽമ നെയ്യാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നെയ്യ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 സൈഡിൽ നിന്നും ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഒരു സൈഡിൽ നിന്നല്ല കേട്ടോ ഫോൾഡ് ചെയ്യാനുള്ള, 2 സൈഡിൽ നിന്നും ഫോൾഡ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ആ ഫോൾഡ് ചെയ്ത ഭാഗത്ത് വീണ്ടും നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാനിതാ ഒരു വശത്തു നിന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ആ വശത്തു നിന്ന് ഫോൾഡ് ചെയ്യാനുള്ള അധികം സ്പേസ് ഇല്ല. അതുകൊണ്ട് ഞാൻ എല്ലാം കൂടി ഇങ്ങോട്ടേക്ക് ഈ അറ്റത്തേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ആ ഫോൾഡ് ചെയ്ത് കൊടുത്ത ഭാഗത്ത് വീണ്ടും നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദാ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്തു. അപ്പം ഇങ്ങനെ വലിയൊരു നീളമുള്ള ഷീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക.
ഇനി ഇതിൻ്റെ രണ്ടറ്റം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അത് ജസ്റ്റ് ഒന്ന് ആ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒട്ടും തന്നെ നിർബന്ധമില്ല. അപ്പോൾ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ആ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക ഓരോ സ്ക്വയർ പീസിൽ. അതായത് നിങ്ങൾക്ക് വലിയ മടക്കി ചപ്പാത്തിയാണ് വേണമെന്നെങ്കിൽ കുറച്ചുകൂടെ നീളത്തിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒരു ഷേപ്പിൽ ഈ ഒരു സൈസിലാണ് എല്ലാതും കട്ട് ചെയ്തെടുക്കുന്നത്. കുഞ്ഞു കുഞ്ഞു ചപ്പാത്തികളാട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കുക. അതുപോലെ ബാക്കി ഉള്ള മാവ് കൊണ്ടും ഇതുപോലെ വലിയ ചപ്പാത്തി പരത്തിയെടുത്ത ശേഷം ചപ്പാത്തി പരത്തുന്ന സമയത്ത് നമുക്ക് മൈദപ്പൊടിയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ, ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആദ്യം നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് രണ്ട് സൈഡിൽ നിന്നും ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ റെസിപ്പി UAE-ലായ സമയത്ത് ഇതുപോലെ ഏതൊരു വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ സിംഗിളായിട്ട് റെസിപ്പീസ് മാത്രം ഷെയർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറേ പേര് കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇതുപോലെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിതാ ഒരൊറ്റ പ്രാവശ്യം നമ്മൾ ചപ്പാത്തി പരത്തിയെടുത്തിട്ടുള്ളൂ. ആ ഒരു ഇതിൽ നമുക്കിതാ ഇതിൽ നിന്ന് തന്നെ നമുക്ക് 5 കിട്ടിയിട്ടുണ്ട്. നേരത്തെ നമ്മൾക്ക് 6 കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ ഓരോന്നും നമ്മൾ കട്ട് ചെയ്തെടുത്തല്ലോ, ഈ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പോ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലുള്ളത്, അതൊന്നുകൂടി നല്ല തിന്നാക്കിയിട്ടൊന്ന് പരത്തിയെടുക്കുക. വേണമെങ്കിൽ പൊടിയൊക്കെ തൂവി കൊടുക്കുക. എന്നിട്ട് നല്ല തിന്നാക്കിയിട്ട് തന്നെ പരത്തിയെടുക്കുക കേട്ടോ, കട്ടിയിലാക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ചുടുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും, അതുപോലെ നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി എത്രത്തോളം തിന്നാക്കാൻ പറ്റുമോ അത്രത്തോളം തിന്നാക്കിയെടുക്കുക. എന്നിട്ട് ചൂടുള്ള പാനിലോട്ട് ഇട്ടിട്ട് ചുട്ടെടുക്കുക. ചപ്പാത്തി ചുടുമ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും പാന് ചൂടുണ്ടായിരിക്കണം. ഒട്ടും ഫ്ലെയിം കുറച്ചിട്ട് ചപ്പാത്തി ചുട്ടെടുക്കരുത്. അതുപോലെ ഫ്ലെയിം കൂട്ടിയിട്ടും വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചപ്പാത്തി ചുട്ടെടുക്കാൻ. തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ചുട്ടെടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ലേയേഴ്സൊക്കെ ഇങ്ങനെ വരുന്നുണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ ഇടയ്ക്ക് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ, അത് മറന്നു പോകരുത്. നമ്മൾ അകത്ത് നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്, എന്നാലും ആ ഒരു ലാസ്റ്റ് സ്റ്റേജിലൊക്കെ നെയ്യ് സ്പ്രെഡ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആവും. അതുപോലെ നല്ലൊരു ലുക്ക് ഉണ്ടാവും നമ്മുടെ ചപ്പാത്തി, മടക്കി ചപ്പാത്തി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നെയ്യ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചപ്പാത്തിയുടെ ടേസ്റ്റ് അല്ല കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ നോമ്പ് തുറക്കൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു വിഭവം തന്നെയാണ്. ചപ്പാത്തി പോലെയല്ല, ഡ്രൈ ആയിട്ടല്ല. ഒരു പൊറോട്ടയുടെ ടെക്സ്ചറൊക്കെ ഉണ്ടാവും, പക്ഷേ പൊറോട്ടയല്ല. കുറച്ച് മൈദ നമ്മളിതിലോട്ട് ചേർത്തിട്ടുണ്ട്, എന്നാലും കൂടുതലും ആട്ടപ്പൊടി തന്നെയാണ്. പിന്നെ ആട്ടപ്പൊടി മാത്രം വെച്ചിട്ട് നമ്മളിത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ചിലപ്പം പറ്റും, പക്ഷേ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ആട്ടപ്പൊടി മാത്രം വെച്ചിട്ടും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ നമ്മൾ ഓരോ ചപ്പാത്തിയും ഇങ്ങനെ പരത്തിയെടുത്ത ശേഷം ഇങ്ങനെ മടക്കിയെടുക്കുമ്പോൾ ഓരോ തവണയും നമ്മൾ നെയ്യ് ഇങ്ങനെ അകത്ത് സ്പ്രെഡ് ചെയ്യണം, എന്നിട്ട് മടക്കിയെടുക്കണം. പിന്നെ നമ്മൾ വീണ്ടും അത് പരത്തണം. അങ്ങനെ ഒരുപാട് ടൈം എടുക്കുന്ന ഒരു സംഭവമാണ് മടക്കി ചപ്പാത്തി ഉണ്ടാക്കുന്നത്. പക്ഷേ ഒരൊറ്റ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങോട്ട് പരത്തിയെടുക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കും ചെയ്യാം, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. നല്ല തിന്നാക്കിയിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. ചുടുന്ന സമയത്ത് നെയ്യ് വേണമെങ്കിൽ ചേർത്താൽ മതി, പക്ഷേ നെയ്യ് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, കാണാനും നല്ല ലുക്ക് ഉണ്ടാവും. അപ്പോൾ കണ്ടോ നമ്മുടെ ചപ്പാത്തിയുടെ ആ ഒരു ടെക്സ്ചർ കണ്ടോ, അങ്ങനെ ലെയേഴ്സൊക്കെ തന്നെ കാണുന്ന രീതിയിലാണ് ടെക്സ്ചർ വന്നിട്ടുള്ളത്. ഇത് കഴിക്കുമ്പോൾ ശരിക്കും പൊറോട്ടയുടെ ഒരു ടേസ്റ്റൊക്കെ വരുന്നുണ്ട്. നല്ല സോഫ്റ്റാണ്, ലെയേഴ്സൊക്കെ ഇങ്ങനെ വരുന്ന രീതിയിലുള്ള നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു ചപ്പാത്തിയാണ്. അപ്പം എന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ ഇഫ്താർ പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെയൊക്കെ ചപ്പാത്തി കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടോ നല്ല സോഫ്റ്റാണ്, ലെയേഴ്സൊക്കെ കാണുന്നുണ്ട്, കാണാൻ നല്ല മൊഞ്ചാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ വരുന്ന കറി ഏതാ ബെസ്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കറികളും നല്ല കോമ്പിനേഷനാണ്. ചിക്കൻ കറി, ബീഫ് കറി, മട്ടൻ കറി, ഫിഷ് കറി ഒക്കെ കോമ്പിനേഷനാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി നല്ല സിമ്പിളായിട്ടുള്ള എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി ഉണ്ട് കേട്ടോ. അതാണ് ഞാനിപ്പോൾ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്, പൊട്ടേറ്റോ സ്റ്റൂ. അപ്പം ആ ഒരു കറി എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാക്കാനും പറ്റും, എന്നാൽ നല്ല ടേസ്റ്റാണ് ഈ ഒരു മടക്കി ചപ്പാത്തിയുടെ കൂടെ കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു കറിയെ നിങ്ങൾ ട്രൈ ചെയ്യാൻ നോക്കുക. നല്ല സിമ്പിളായിട്ടുള്ള കറിയാണ്, പക്ഷേ പൊട്ടേറ്റോ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെന്നുള്ളൂ. അപ്പോൾ ചിക്കൻ കറി ഇനി കോമ്പിനേഷൻ വരുന്നില്ല എന്നല്ല, പക്ഷെ അതിനേക്കാളും എനിക്ക് തോന്നുന്നു നല്ല കോമ്പിനേഷൻ വരുന്ന ഒരു കറിയാണ് ഇപ്പോൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മടക്കി ചപ്പാത്തി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി നമുക്ക് ബാക്കിയുള്ള വിഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാം. അപ്പം നമ്മുടെ പൊട്ടേറ്റോ സ്റ്റൂ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ചെമ്മീൻ ഒന്ന് ഫ്രൈ ആക്കാൻ ഇടട്ടെ കേട്ടോ.
അപ്പോൾ ചെറിയ ചെമ്മീനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെമ്മീൻ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. മുളക് പൊടി ഞാൻ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണും, പിന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂണും, ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇനി ഇതിലോട്ട് 1 തക്കാളി ചേർത്ത് കൊടുക്കുക കേട്ടോ. 1 കിലോ ചെമ്മീനിലോട്ട് 1 തക്കാളിയാണ് ചേർക്കുന്നത്, ചെറിയ തക്കാളിയായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ എത്ര അത് ഒരു മലപ്പുറത്തുകാരുടെ ഒരു സ്വഭാവമാണെന്ന് തോന്നുന്നു, നമുക്ക് എത്ര വിഭവങ്ങൾ ഉണ്ടായാലും ഒരു ചിക്കനോ ഫിഷോ ബീഫോ എന്തെങ്കിലും സൈഡായിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ ചെമ്മീൻ. അപ്പോൾ ചെറിയ ഉള്ളി, വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ. ഇത് ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് ഈ ഒരു റെസിപ്പി. ഇനി പാന് ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, അതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ നന്നായിട്ട് കുഴച്ച് വെച്ച ഈ ചെമ്മീൻ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് അത് നന്നായിട്ട് കുക്കായിക്കോട്ടെ, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ചെമ്മീൻ അവിടെ ഫ്രൈ ആക്കാൻ വെച്ചാൽ പിന്നെ നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അതാ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനും മറന്നു പോകരുത്. അതുപോലെ നമ്മളിത് ചെമ്മീൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ചിലപ്പം കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടി വരും. പിന്നെ ചെമ്മീൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്, നല്ല മണമൊക്കെ ആയിരിക്കും. ഇതിൽ ചെറിയ ഉള്ളി, വെളുത്തുള്ളി ഇത് രണ്ടും മസ്റ്റാട്ടോ. എല്ലാം കൂടി ഒരുമിച്ച് കുഴച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ പറയേണ്ട കുറേ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നുണ്ടെന്ന്. നമ്മൾ ഇത്രയും ചെമ്മീൻ ഒരുമിച്ച് ഫ്രൈ ചെയ്യണമെങ്കിൽ അത്യാവശ്യം വെളിച്ചെണ്ണ വേണം, അല്ലെങ്കിൽ ഒരുമാതിരി കിടക്കും, ടേസ്റ്റിലും നല്ല മാറ്റം ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വറ്റിച്ചിട്ട് ഫ്രൈ ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ നമ്മൾ നേരെ ഫ്രൈ ചെയ്യാനിട്ടതല്ലേ, അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഇത് നല്ല ഫ്രൈ ആയിട്ട് നല്ല ലുക്കിൽ കിട്ടുള്ളൂ, നല്ല ടേസ്റ്റിൽ കിട്ടുള്ളൂ. അപ്പോൾ അതവിടെ ചെറിയ ഫ്ലെയിമിൽ അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് പൊട്ടാറ്റോ സ്റ്റൂ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 സവോള ഇങ്ങനെ കട്ട് ചെയ്തതും, പിന്നെ തക്കാളി 2 എണ്ണം ചെറുത് ഇങ്ങനെ കട്ട് ചെയ്തതും, പിന്നെ പച്ചമുളക് 2 എണ്ണം എടുത്തിട്ടുണ്ട്, പിന്നെ പൊട്ടാറ്റോ തൊലി കളഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി കുറച്ച് എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ പ്രഷർ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും പൊട്ടാറ്റോ സ്റ്റൂ ഉണ്ടാക്കുന്നതൊക്കെ. അപ്പോൾ ഞാനിതിൽ ഇത് ഉമ്മാൻ്റെ സ്പെഷ്യൽ കറി കേട്ടോ, അപ്പോൾ അതുകൊണ്ട് ഞാനിത് എടുത്ത് പറയാൻ കാരണം ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഉപ്പ്, പിന്നെ വെള്ളം 1 കപ്പോളം ഒഴിച്ചിട്ടുണ്ട്. ഒരുപാടൊന്നും ഒഴിക്കണ്ട കേട്ടോ, അതാ ഈ ഒരു ലെവലിൽ വെള്ളം മതി. ഇനി നമ്മളിത് പ്രഷർ കുക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ സ്റ്റൂ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, പക്ഷേ ഈ ഒരു രീതിയിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുള്ളൂ. പക്ഷേ ആ മാറ്റത്തിൽ തന്നെ നല്ല ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവും, ഞാൻ പറഞ്ഞുതരാം. അതിനിടയ്ക്ക് നമ്മുടെ ചെമ്മീൻ ഇതാ നല്ലോണം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല കളറിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറന്നു പോകണ്ട. അപ്പോൾ അത് ചെമ്മീൻ അത്യാവശ്യം കുക്കായിട്ടുണ്ട് കേട്ടോ, നല്ലോണം മസാല കോട്ടഡായിട്ട് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് വേറെ ഒന്നും ചേർക്കാനില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾക്ക് എത്ര കറികളുണ്ടായാലും എന്തെങ്കിലും ഒന്ന് സൈഡായിട്ട്, അതായത് നോൺ വെജ് ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ചെമ്മീൻ ഫ്രൈ ആക്കിയത് ഇവിടെ ഇതിൻ്റെ കൂടെ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 3-4 വിസിൽ പ്രഷർ കുക്ക് വന്ന ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പ്രഷറൊക്കെ പോയ ശേഷമാണ് തുറക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ തുറന്ന ശേഷം നന്നായിട്ട് ഇതുപോലെ കുത്തി ഉടച്ചു കൊടുക്കണം. ഒരു 3 വിസിൽ വന്ന ശേഷമാണ് കേട്ടോ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയത്. അപ്പോൾ അത് നന്നായിട്ട് കുത്തി ഉടച്ചു കൊടുത്തു. സാധാരണ നമ്മൾ ഇതിലോട്ടായിരിക്കും തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്നത്. ഇവിടെ ഉമ്മ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വേറൊരു പാന് ചൂടാക്കിയിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് കടുകിട്ട് പൊട്ടിക്കുക, പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിപ്പം പ്രഷർ കുക്ക് ചെയ്ത സംഭവം ഉണ്ടല്ലോ അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൽ കിടന്നിട്ട് കുറച്ച് നേരം അത് വറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വറ്റിച്ചെടുക്കുന്ന സമയത്ത് ആദ്യം ഒന്ന് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കും. അതിന് ശേഷം അതിലോട്ട് തേങ്ങാപ്പാൽ എടുത്തതിന് 2ാം പാലില്ലേ, ആദ്യം എടുക്കുന്ന പാലാണ് 1ാം പാല്, അതവിടെ മാറ്റി വയ്ക്കും. അത് ലാസ്റ്റ് ഒഴിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കും. ഇതിപ്പോൾ ഒഴിക്കുന്നത് 2ാം പാലാണ്. രണ്ടാമത് തേങ്ങ ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുന്ന പാലാണ് 2ാം പാല്. അത് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൽ കിടന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കും. പിന്നെ പൊട്ടാറ്റോ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര കട്ടിയിൽ ഉണ്ടാക്കുന്നതിലും ടേസ്റ്റ് കട്ടി കുറച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. അതുപോലെ ഒരുപാട് പൊട്ടാറ്റോ ഒന്നും ചേർക്കണ്ട കേട്ടോ. അപ്പം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ലോണം ഒന്ന് കുക്കാവണം. ആ തേങ്ങാപ്പാലിൻ്റെ ഫ്ലേവറൊക്കെ ഈ ഒരു കറിയിൽ വരണം. അപ്പോൾ നന്നായിട്ട് കുക്കായിട്ട് ഒന്ന് കുറുകി വരണം. ആ ഒരു സ്റ്റേജിലാണ് നമ്മളിതിലോട്ട് 1ാം പാല് ചേർത്ത് കൊടുക്കുന്നത്.
അപ്പോൾ ഒന്നാം പാൽ ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ ഇത് തിളപ്പിക്കരുത്. ഒന്നങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നങ്ങോട്ട് എല്ലാം കൂടി ഒന്ന് ജോയിൻ ചെയ്താൽ മതി, ഒന്ന് കമ്പൈൻ ആക്കിയാൽ മതി. തിളയ്ക്കുന്നതിന് മുമ്പേ നമ്മൾ ഓഫ് ചെയ്യണം കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നാം പാൽ ഒഴിച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. ഒന്നങ്ങോട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ അതാ നമ്മുടെ പൊട്ടാറ്റോ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. വേറെ ഒന്നും ചേർക്കാനില്ല, ഇത്ര തന്നെ ഉള്ളൂ. നല്ല ടേസ്റ്റാണത് കഴിക്കാൻ. നമ്മുടെ പ്രത്യേകിച്ച് നമുക്ക് ദോശയുടെ കൂടെയും അതുപോലെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ വരുന്നൊരു കറിയാണ്. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു കോമ്പിനേഷൻ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. മടക്കി ചപ്പാത്തി ഉണ്ടാക്കുവാണെങ്കിൽ ഈ പൊട്ടാറ്റോ സ്റ്റൂവും അതുപോലെ ചിക്കൻ ഫ്രൈയോ ബീഫ് ഫ്രൈയോ അല്ലെങ്കിൽ ചെമ്മീൻ ഫ്രൈയോ, എന്തായാലും മടക്കി ചപ്പാത്തിൻ്റെ കൂടെ ഈ ഒരു പൊട്ടാറ്റോ സ്റ്റൂ തന്നെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ എല്ലാവരും. അതുപോലെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ്. അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ടോ വ്ളോഗുമായിട്ടോ ഒക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.